ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ 55 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് 56-ാമത്തെ ശ്ലോകം. അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്രഃ പ്രമോദനഃ ആനന്ദോ നന്ദനോ നന്ദഃ സത്യധർമാ ത്രിവിക്രമഃ. അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്രഃ പ്രമോദനഃ ആനന്ദോ നന്ദനോ നന്ദഃ സത്യധർമാ ത്രിവിക്രമഃ. ഈ ഒരു ശ്ലോകത്തിൽ അജഃ, മഹാർഹഃ, സ്വാഭാവ്യഃ, ജിതാമിത്രഃ, പ്രമോദനഃ, ആനന്ദഃ, നന്ദനഃ, നന്ദഃ, സത്യധർമാ, ത്രിവിക്രമഃ. ഇങ്ങനെ 10 പേരുകളാണ് ഉള്ളത്. ഇവിടെ നന്ദനഃ, നന്ദഃ എന്നുള്ളിടത്ത് നന്ദനോ നന്ദഃ എന്നും പാഠമുണ്ട്. പ്രസിദ്ധമല്ല, അങ്ങനെ പാഠമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നന്ദനഃ എന്ന് കഴിഞ്ഞാൽ പിന്നെ അനന്തഃ എന്നാണ് വരിക. നമുക്ക് 2 പാഠങ്ങളും ചിന്തിക്കാം. ആദ്യം അജഃ. ഇതിനകം ആവർത്തിച്ച ഒരു ശബ്ദമാണ് അജഃ ശബ്ദം. ഒരേ ശബ്ദം ആവർത്തിക്കുമ്പോൾ അഥവാ ഒരേ നാമം ആവർത്തിക്കുമ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളെ അനുസന്ധാനം ചെയ്യുന്നത് നല്ലതാണ്. സഹസ്രനാമത്തിൽ ഒരേ നാമം തന്നെ പല പ്രാവശ്യം ആവർത്തിക്കുന്ന സന്ദർഭമുണ്ട്. അവിടെ നമ്മൾ ഒരേ അർത്ഥം ചിന്തിക്കുന്നതിന് വിരോധമില്ല, എന്നാലും വ്യത്യസ്ത അർത്ഥങ്ങൾ ചിന്തിക്കാം. അതുപോലെ ഒരേ അർത്ഥത്തിൽ പല നാമങ്ങൾ വരുന്നുണ്ട്, അതും ചിന്തിക്കപ്പെടേണ്ടതാണ്. ഇവിടെ അജഹ എന്ന് പറയുമ്പോൾ സാമാന്യ അർത്ഥം ജന്മരഹിത, ജനിക്കാത്തവൻ. ജനിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ മരിക്കാത്തവൻ. ഇപ്പൊ ജനന മരണങ്ങൾ ഇല്ലാത്തവൻ. സമ്പൂർണങ്ങളായ ജീവരാശികളുടെയും ജനന മരണങ്ങൾ നമ്മൾ അറിയുന്നു. അപ്രകാരമുള്ള ഭാവവികാരങ്ങൾക്ക് വിധേയനല്ലാത്ത, ജനിക്കാത്ത, മരിക്കാത്ത അടിസ്ഥാന സത്യം, ഉണ്മ. അതാണ് അജ ശബ്ദം കൊണ്ട് പറയുന്നത്. അജോ നിത്യശാശ്വത തുടങ്ങിയ ശ്രുതികൾ പ്രസിദ്ധങ്ങളാണ്. ഈ ഒരു അർത്ഥം നേരത്തെ പറഞ്ഞതുകൊണ്ടായിരിക്കാം വളരെ വിലക്ഷണമായൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ നൽകുന്നുണ്ട്. ആത്ത് അജായത ഇതി. ആ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്, അകാരോ വൈ വിഷ്ണു. അപ്പൊ ആത്ത് എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൽ നിന്ന് ജനിക്കുന്നവൻ, ആത്ത് ജാതഃ.
അജഹ, വിഷ്ണുവിൽ നിന്ന് ജനിക്കുന്ന. അപ്പൊ വിഷ്ണുവിൽ നിന്ന് ജനിക്കുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഷ്യകാരൻ പറയാണ് കാമഹ, കാമദേവനാണ്. ഇനി വിഷ്ണുവിൽ നിന്ന് ജനിക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ അവതാരങ്ങളെയും എടുക്കാം. സകല അവതാരങ്ങളും വിഷ്ണുവിൽ നിന്ന് ആവിർഭവിക്കുന്നവയാണ്. ഇനി വിഷ്ണുവിൽ നിന്ന് ജനിക്കുന്നത് അജം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചമഖിലവും എടുക്കാം. ഇപ്പൊ പ്രപഞ്ചാകാരത്തിൽ നിലനിൽക്കുന്നവൻ ഈശ്വരൻ തന്നെ എന്നതായ ആശയത്തെ എടുത്ത് അജഹ എന്ന് പറയാം. ഇങ്ങനെ അനേക അർത്ഥതലങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അജഹ. മഹാർഹ. മഹ എപ്പോഴും പൂജാസൂചകമാണ്. പൂജാർത്ഥമാണ്. അപ്പോ മഹാർഹ എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് അർഹതയുള്ളവൻ. ആരെ പൂജിക്കണമോ, ആര് പൂജിക്കപ്പെടണമോ, പൂജ്യൻ എന്നുള്ള അർത്ഥത്തിൽ മഹാർഹ എന്ന് വരും. അതുപോലെ സ്വാഭാവ്യ, സ്വഭാവസിദ്ധമായതാണ് സ്വാഭാവ്യ, സ്വഭാവസിദ്ധമായത് എന്ന് വെച്ചാൽ മറ്റ് പരിണാമങ്ങളോ പരിവർത്തനങ്ങളോ ഇല്ലാത്തത്, സ്വരൂപതയാ നിലകൊള്ളുന്നത്. ഈ പ്രപഞ്ചാകാരത്തിൽ മുഴുവൻ കാണപ്പെടുമ്പോഴും, ഈ വൈവിധ്യങ്ങൾ മുഴുവനായി തീരുമ്പോഴും പാരമാർത്ഥികമായ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല, സ്വഭാവസിദ്ധനാണ്, ഒരു മാറ്റവും ഇല്ല എന്ന് കാണിക്കുകയാണ് സ്വാഭാവ്യ എന്നുള്ളത്. ഇവിടെ പ്രത്യേകം അനുസന്ധാനം ചെയ്യേണ്ടത് ദൃശ്യപ്രപഞ്ചം മുഴുവൻ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടേയിരിക്കും. വ്യത്യസ്ത ഭാവവികാരങ്ങളിലൂടെ ചരിച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാം സംഭവിക്കുമ്പോഴും സ്വഭാവത്തിൽ തന്നെ അചലമായി പരിണാമരഹിതമായി നിലകൊള്ളുന്നതാണ് സ്വാഭാവ്യ. ഇവിടെ മറ്റൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നുണ്ട്. സ്വഭാവേന ഏവ അഭാവ്യ നിത്യനിഷ്പന്ന രൂപത്വാദിതി. സ്വഭാവത്തിൽ നിന്ന് അഭാവ്യൻ, മറ്റൊന്നായി തീരാത്തവൻ. എന്തുകൊണ്ട്? നിത്യനിഷ്പന്ന രൂപമായതുകൊണ്ട്, നിത്യവും സിദ്ധമായ രൂപത്തോടൊത്തവനായതുകൊണ്ട് സ്വഭാവത്തിൽ നിന്ന് മറ്റൊന്നായി തീരുന്നില്ല. ആ അർത്ഥവും പറയാം. തുടർന്ന് ജിതാമിത്ര, അമിത്രന്മാരെ മുഴുവൻ ജയിച്ചവനാരോ അവൻ ജിതാമിത്ര. അമിത്രന്മാരെന്ന് പറഞ്ഞാൽ മിത്രന്മാരല്ലാത്തവര്, ശത്രുക്കള്. ഇപ്പൊ ശത്രുക്കൾ മുഴുവൻ ആരാൽ ജയിക്കപ്പെട്ടിരിക്കുന്നുവോ, ജിതാഹ അമിത്രാഹ യേന, ആരാൽ അമിത്രന്മാർ മുഴുവൻ ജയിക്കപ്പെട്ടിരിക്കുന്നുവോ അവനാണ് ജിതാമിത്രൻ. അങ്ങനെ വരുമ്പോ ഒന്നാമത്തെ അർത്ഥം സർവവും ഏകമായതുകൊണ്ട്, അഥവാ സർവത്തിലും ഏകദൃഷ്ടിയോടൊത്തതായതുകൊണ്ട് ഈശ്വരനെ സംബന്ധിച്ച് ശത്രുക്കളില്ല. ഇപ്പൊ ശത്രു എന്ന ഭാവത്തെ ജയിച്ചിരിക്കുകയാണ്. ശത്രു എന്ന ഭാവം അവിടെ ഇല്ല. അതുകൊണ്ട് ഈശ്വരൻ ജിതാമിത്രനാണ്. ഇനി നമ്മുടെ ഉള്ളിലുള്ള
കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ നിരവധി ശത്രുക്കളുണ്ട്. ഈ ശത്രുക്കളെ മുഴുവൻ ജയിച്ചവനാരോ അവൻ ജിതാമിത്രൻ. ഇനി മഹാവിഷ്ണു എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ അസുരന്മാരെ ജയിച്ചവനാരോ അവൻ ജിതാമിത്രൻ. ഇനി ഭഗവാന്റെ അവതാരങ്ങളെ നമ്മൾ പരിഗണിച്ചാൽ രാവണൻ, കംസൻ തുടങ്ങിയ, അല്ലെങ്കിൽ ഹിരണ്യകശിപു, അങ്ങനെ അനേകം പറയാം. ഇങ്ങനെയുള്ള അമിത്രന്മാരെ ജയിച്ചവനാരോ അതത് അവതാരഭാവങ്ങളിൽ ഈ പ്രപഞ്ച വ്യവസ്ഥയെ താറുമാറാക്കുന്നവരായ അമിത്രന്മാരെ ജയിച്ചവനാരോ അവൻ ജിതാമിത്ര. അങ്ങനെയും അർത്ഥം പറയാം. പ്രമോദനഃ. പ്രമോദനഃ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ വർദ്ധിച്ച തോതിൽ മോദിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. ഈ പ്രജകളെ മുഴുവൻ തന്നെ നിരന്തരമായി സന്തോഷിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ. നമ്മൾ വിവിധ വിഷയങ്ങളെ പ്രാപിച്ച് സുഖിക്കുന്നു, സന്തോഷിക്കുന്നു എന്നൊക്കെ വിചാരിക്കുമ്പോൾ വാസ്തവത്തിൽ ആ വിഷയാനന്ദങ്ങൾ മുഴുവൻ ബ്രഹ്മാനന്ദത്തിന്റെ സ്ഫുരണമല്ലാതെ മറ്റൊന്നല്ല. ബ്രഹ്മാനന്ദത്തിന്റെ സ്ഫുരണമാണ് വിഷയാനന്ദങ്ങളെല്ലാം തന്നെ, വിഷയസുഖങ്ങളെല്ലാം തന്നെ. കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ച് വരുമ്പോൾ നാം നമ്മുടെ രൂപത്തെ കാണുന്നു എന്നതുപോലെ വിവിധങ്ങളായ വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിച്ച് വരുമ്പോഴാണ് ആത്മാനന്ദത്തെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് സൂക്ഷ്മ വിചാരം ചെയ്താൽ വിഷയസുഖങ്ങൾ അഥവാ വിഷയാനന്ദങ്ങളെല്ലാം ബ്രഹ്മാനന്ദം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ പ്രകാരത്തിലുമുള്ള സുഖം, ആനന്ദം പ്രദാനം ചെയ്തുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവനാണ് പ്രമോദനഃ. ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നു, സ്വാത്മാമൃത രസാസ്വാദാത് നിത്യം പ്രമോദതേ ധ്യായിനാം ധ്യാനമാത്രേണ പ്രമോദം കരോതീതി വാ. രണ്ടർത്ഥങ്ങളാണ് പറയുന്നത്. സ്വാത്മാമൃത രസാസ്വാദം കൊണ്ട്, തൻ്റെ അമൃതാനന്ദ സ്വരൂപത്തിൽ വിലയിച്ചിരിക്കുന്നത് കൊണ്ട് ആനന്ദിക്കുന്നവനാരോ അവൻ പ്രമോദനൻ. അഥവാ ധ്യായികൾക്ക്, ധ്യാനം ചെയ്യുന്നവർക്ക് ധ്യാനമാത്രേണ, ധ്യാനം കൊണ്ട് തന്നെ പ്രമോദത്തെ ചെയ്യുന്നവൻ ആരോ അവൻ പ്രമോദനഃ. ഈ അർത്ഥങ്ങളൊക്കെ അനുസന്ധാനം ചെയ്യാം. തുടർന്ന് ആനന്ദഃ. ആനന്ദം ആരുടെ സ്വരൂപമാണോ അവൻ ആനന്ദഃ. ബ്രഹ്മതത്വ പ്രതിപാദനം ചെയ്യുന്ന ശ്രുതികളൊക്കെ തന്നെ ആവർത്തിക്കുന്നതാണ് ആനന്ദ ശബ്ദം. വിജ്ഞാനമാനന്ദം ബ്രഹ്മ, സച്ചിദാനന്ദം ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഏതസ്യൈവാനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രാമുപജീവന്തി എന്ന് ഈ ഒരു വാക്യത്തെ, ഈ ഒരു നാമത്തെ വിശദീകരിക്കുന്ന ഭഗവാൻ ഭാഷ്യകാരൻ സമുദ്ധരിക്കുന്നുണ്ട്. ഉപനിഷത്ത് വാക്യമാണത്. അതായത് ഈ ആനന്ദ സ്വരൂപന്റെ ആനന്ദത്തെ ആകുന്നു എല്ലാവരും പിന്തുടരുന്നതെന്ന്. അപ്പൊ സ്വയം ആനന്ദ സ്വരൂപനായിരിക്കുന്നവൻ ആനന്ദഃ. നന്ദനഃ. നന്ദനഃ. നന്ദനൻ എന്ന് പറഞ്ഞാൽ നന്ദയതീതി നന്ദന, നന്ദിപ്പിക്കുന്നവൻ, എല്ലാവരെയും സുഖിപ്പിക്കുന്നവൻ.
അപ്പൊ അവിടെ നമ്മൾ പ്രമോദനഹ എന്ന് പറഞ്ഞ അതേ അർത്ഥം നന്ദനഹ എന്നുള്ളതിനും പറയാം. നന്ദിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ, സുഖിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം നന്ദനഹ. നന്ദന ശബ്ദത്തിന് ഉപചാരപൂർവം പുത്രാർത്ഥം പ്രസിദ്ധമാണ്. നന്ദനൻ, മകൻ എന്നർത്ഥം. അപ്പൊ പുത്രസമാനം വാത്സല്യത്തോടുകൂടി ഭജിക്കപ്പെടുന്നവൻ, വാത്സല്യഭക്തിയിലൂടെ പുത്രസമാനം ഭക്തന്മാരാരെ കാണുന്നുവോ അവൻ നന്ദനൻ എന്ന് പറയാം. അല്ലെങ്കിൽ ജഗത്തിനെ മുഴുവൻ നന്ദിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ നന്ദനൻ എന്ന് പറയാം. തുടർന്ന് നന്ദഹ എന്നാണ്. നന്ദഹ വീണ്ടും അതേ അർത്ഥം പറയാം. നന്ദിക്കുന്നവൻ, ആനന്ദിക്കുന്നവൻ, എപ്പോഴും സുഖിക്കുന്നവൻ, സുഖസ്വരൂപത്തിൽ അമർന്നിരിക്കുന്നവൻ എന്നൊക്കെ അവിടെ അർത്ഥം പറയാം നന്ദഹ എന്നുള്ളതിന്. സർവാഭിഹി ഉപപത്തിഭിഹി സമൃദ്ധ എന്ന് ഭാഷ്യകാരൻ പറയുന്നു. എല്ലാ നിലയ്ക്കും, ഏത് നിലയ്ക്ക് ചിന്തിച്ചാലും സമൃദ്ധനായവൻ, ആ സമൃദ്ധിയിൽ സന്തോഷിച്ച് കഴിയുന്നവനാരോ അവൻ നന്ദൻ. ഇനി ഇതേ നന്ദശബ്ദം തന്നെ അനന്തഹ എന്ന് പാഠമുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വരൂപനിഷ്ഠനായതുകൊണ്ട്, തൻ്റെ ആത്മാനന്ദരസത്തിൽ കഴിയുന്നവനായതുകൊണ്ട് ബാഹ്യങ്ങളായ വിഷയങ്ങളെ ആശ്രയിക്കാത്തവൻ, ഒരു തരത്തിലും വിഷയാശ്രയത്തോടുകൂടി ആനന്ദിക്കാത്തവൻ. അപ്പൊ ആനന്ദിക്കുന്നവനുമാണ്, ആനന്ദിക്കാത്തവനുമാണ്. ആനന്ദനുമാണ്, നന്ദനനുമാണ്, അതേ സമയത്ത് അനന്തനുമാണ്. അവിടെ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, സുഖം വൈഷയികം നാസ്യ വിദ്യതേ ഇതി അനന്തഃ. വൈഷയികമായ സുഖമില്ലാത്തവൻ ആരോ അവൻ അനന്തൻ. ആ ഒരു അർത്ഥത്തെ സമർത്ഥിക്കാൻ യോ വൈ ഭൂമാ തത് സുഖം നാൽപേ സുഖമസ്തി എന്ന ശ്രുതിവാക്യം ഭാഷ്യകാരൻ സമുദ്ധരിക്കുന്നു. അതായത് അതിശയേന ബൃഹത്ത് സർവവ്യാപിയായിരിക്കുന്നത് എന്തോ അതാണ് സുഖം, അല്പമായതിൽ ഒരിക്കലും സുഖമില്ല എന്ന്. ഈ ഒരു ബോധത്തിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് അല്പമായിരിക്കുന്ന വിഷയങ്ങളിൽ സുഖിക്കാത്തവനാരോ അവൻ അനന്തൻ എന്ന് പറയാം. തുടർന്ന് സത്യധർമ്മ. സത്യം തന്നെ ആരുടെ ധർമ്മം, അവൻ സത്യധർമ്മ. അഥവാ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മൂർത്തിയായിരിക്കുന്നവൻ. സത്യവും ധർമ്മവും തന്നെ ആരോ. ആദ്യം പറഞ്ഞത് സത്യം തന്നെ ധർമ്മമായിരിക്കുന്നവെന്നാണ്. ഇപ്പൊ പറയുന്നു സത്യവും ധർമ്മവും ആരുടെ സ്വഭാവമോ അവനാണ് സത്യധർമ്മ. ഭാഷ്യകാരൻ മറ്റൊരർത്ഥം പറയുന്നു, സത്യധർമ്മ ജ്ഞാനാദയ അസ്യ ഇതി സത്യധർമ്മ. സത്യമായ ജ്ഞാനം തുടങ്ങിയവ ആരുടെ ധർമ്മമാണോ അവൻ സത്യധർമ്മ. അതും അനുസന്ധാനം ചെയ്യാവുന്നതാണ്. തുടർന്ന് ത്രിവിക്രമ. ത്രിവിക്രമ, 3 വിശേഷ ക്രമങ്ങളോടുകൂടിയവൻ ത്രിവിക്രമ. ഇതിനകം പലപ്പോഴും നമ്മൾ വിക്രമശബ്ദവും ക്രമശബ്ദവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ക്രമുപാദവിക്ഷേപ എന്നുള്ള ധാതു. അപ്പൊ കാൽവെപ്പാണ് ക്രമം. അപ്പൊ വിശേഷമായ ക്രമമാണ് വിക്രമം. ആ വിക്രമത്തോടൊത്തവൻ വിക്രമനാണ്. അതായത് വാമനമൂർത്തി. തൻ്റെ 2 കാൽവെപ്പുകളെ കൊണ്ട് സമസ്ത പ്രപഞ്ചത്തെയും അളന്ന് പൂർത്തിയാക്കിയവൻ. 3ാമത്തെ കാൽവെപ്പിന് സ്ഥലമില്ലാത്തവൻ. അപ്പൊ ത്രിവിക്രമ എന്ന് പറഞ്ഞാൽ 3 കാൽവെപ്പുകളോട് കൂടിയവൻ.
2 കാൽവെപ്പുകളെ കൊണ്ട് സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും, 3-ാമത്തെ കാൽവെപ്പ് കൊണ്ട് ഒരു സ്ഥലവും തന്നെ ശേഷിക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ മഹാബലിയെ അനുഗ്രഹിക്കുകയും ചെയ്ത ആ വാമനമൂർത്തിയാണ് ത്രിവിക്രമ. ത്രയോ ലോകാഹ ക്രാന്താഹ യേന ഇതി. 3 ലോകങ്ങളെയും തന്നെ അതിക്രമിച്ചിരിക്കുന്നവനാരോ അവൻ ത്രിവിക്രമ. ഇങ്ങനെ ഈ ശ്ലോകത്തിൽ അജഹ, മഹാർഹ, സ്വാഭാവ്യ, ജിതാമിത്ര, പ്രമോദന, ആനന്ദ, നന്ദന, നന്ദ അഥവാ അനന്ത, സത്യധർമ്മ, ത്രിവിക്രമ, ഇങ്ങനെ 10 പേരുകളാണ് ഉള്ളത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.